അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്കും കടങ്ങളിൽ നിന്നും മോചനം കിട്ടാനും സാമ്പത്തിക ഉയർച്ചയുണ്ടാവാനും ഒരു മനോഹരമായ സ്വലാത്തുണ്ട്. സ്വലാത്തിൻ്റെ പേരാണ് സ്വലാത്തു തഖ്വ. ഈ വീഡിയോയിൽ ഇന്ന് പറയുന്ന രൂപത്തിൽ കൃത്യമായ ദിവസങ്ങളിൽ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 100% സാമ്പത്തിക പരീക്ഷണങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് മാത്രമല്ല, നല്ല സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു മനോഹരമായ സ്വലാത്താണ് സ്വലാത്തു തഖ്വ. ആ സ്വലാത്തു തഖ്വയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലരും നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ചിലർക്ക് വരുമാനം കുറവാണ്, ചിലർക്ക് വരുമാനമുണ്ടെങ്കിലും ബറക്കത്തില്ല, ചിലർക്ക് കടങ്ങൾ തീരുന്നില്ല. നാം കൂടുതൽ ജോലി ചെയ്യുന്നു, കൂടുതൽ ശ്രമിക്കുന്നു, പക്ഷേ സമാധാനം കുറയുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അവൻ ഒരു വഴി തുറന്നു തരികയും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് സമ്പത്ത് നൽകുകയും ചെയ്യും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസ്ഖിൻ്റെ വാതിൽ തുറക്കുന്നത് തഖ്വയാണ് എന്നതാണ്. ഇന്നത്തെ കാലത്ത് നാം പരിശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് തഖ്വ കുറവാണ്, ദുആ കുറവാണ്, ദീൻ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതിനാൽ വരുമാനമുണ്ടെങ്കിലും ബറക്കത്ത് കാണുന്നില്ല. ചിലർക്ക് വലിയ ശമ്പളമുണ്ടെങ്കിലും സമാധാനമില്ല. മറ്റൊരാൾക്ക് ചെറിയ വരുമാനമുണ്ടെങ്കിൽ പോലും സന്തോഷവും ബറക്കത്തും ഉള്ളതുകൊണ്ട് അയാൾ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. അതാണ് തഖ്വ. പ്രിയ സഹോദരങ്ങളെ, ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ കാര്യങ്ങൾ മാത്രമല്ല, ചെറിയ അമലുകളും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു അമലാണ്. ഓരോ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം നിസ്കാരപ്പായയിലിരുന്ന് ഒരു സ്വലാത്ത് 13 തവണ ചൊല്ലുക. ഇത് തുടർച്ചയായി 33 ദിവസം ചൊല്ലുകയാണെങ്കിൽ, വിശ്വാസത്തോടെയും സ്ഥിരതയോടെയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാനാകും. കടങ്ങൾ കുറയാനും ബറക്കത്ത് വരാനും ഇതൊരു മാർഗമാകും. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഇത് ഒരു മാജിക് അല്ല, ഇതൊരു ഇബാദത്താണ്. അതിനാൽ നമസ്കാരം നാം പാലിക്കണം, ഹലാലായ ജീവിതം നയിക്കണം, ഹൃദയം സത്യസന്ധമായിരിക്കണം. നാം നേരിട്ട് സമ്പത്ത് ചോദിക്കുന്നില്ല, മറിച്ച് സമ്പത്തിൻ്റെ അടിസ്ഥാനമായ തഖ്വയെയാണ് ഈ സ്വലാത്തിലൂടെ ചോദിക്കുന്നത്. അവസാനമായി ഈ അമലിൻ്റെ ഹൃദയമായ സ്വലാത്ത് ഇങ്ങനെയാണ്: സ്വലാത്തു തഖ്വ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വർസുഖ്നാ ബിഹത് തഖ്വ വൽ ഇസ്തിഖാമ. ഇതാണ് സ്വലാത്തിൻ്റെ രൂപം. ഈ സ്വലാത്ത് എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് 33 ദിവസം തുടർച്ചയായി 13 തവണ ചൊല്ലുക. എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം 13 വട്ടം ചൊല്ലുക. ഇത് 33 ദിവസം തുടരുക. ഇങ്ങനെ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് ചൊല്ലിത്തീരുമ്പോഴേക്ക് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാമ്പത്തിക ഭദ്രത നൽകട്ടെ. സമ്പത്ത് കൊണ്ടുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.